നാരദൻ പ്രചേതസ്സുകളുടെ സത്രയാഗത്തിലാണ് ഈ ധ്രുവചരിത്രം പാടി കേൾപ്പിച്ചു പറഞ്ഞപ്പോൾ പ്രചേതസ്സുകൾ ആരാണ് ചോദിക്കുന്നു. ധ്രുവൻ്റെ പരമ്പരയിൽ വന്ന മഹാത്മാക്കളാണ് പ്രചേതസ്സുകൾ. ഈ ധ്രുവൻ്റെ പരമ്പരയിൽ അങ്കൻ പേരുള്ള രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിന് വേനൻ ഒരു മകൻ, വേനൻ പറയുന്നതിനേക്കാൾ വേനലിന് പേര് വയ്ക്കാമായിരുന്നു. വേനൽക്കാലം പോലെ എല്ലാവരെയും കഷ്ടപ്പെടുത്തിയത് ഈ ഉണ്ണി. അപ്പോൾ രാജാവ് കാട്ടിൽ പോയി തപസ് ചെയ്ത് ഭഗവാനെ പ്രാപിച്ചു. വേനൻ രാജ്യഭരണം ഏറ്റെടുത്തു. ആദ്യം പെരുമ്പറ കൊട്ടി എല്ലാവർക്കും ഒരു അനൗൺസ്മെൻറ്റ് കൊടുത്തു. എന്താണ് അനൗൺസ്മെൻറ്റ്? ന യഷ്ടവ്യം ന ദാതവ്യം ന ഹോതവ്യം ദ്വിജ. യജ്ഞം ചെയ്യാൻ പാടില്ലേ, ഹോമിക്കാൻ പാടില്ലേ, ഇങ്ങനെയൊക്കെ ധർമ്മകാര്യങ്ങൾ നിർത്തിയപ്പോൾ ഋഷീശ്വരന്മാർ ഉപദേശം കൊടുത്തു. ഋഷീശ്വരന്മാരെ ധിക്കരിച്ച് പറഞ്ഞപ്പോൾ അവർ ഒരു ഹുങ്കാരം ചെയ്തു. വേനൻ വീണു മരിച്ചു. പിന്നെ രാജാവ് ഇല്ലാതായപ്പോൾ കൊള്ളക്കാരൊക്കെ വരാൻ തുടങ്ങി. ഈ വേനൻ്റെ പാപം എടുത്ത് അവർ സൃഷ്ടി ചെയ്തപ്പോൾ കറുത്ത ഒരാൾ വന്നു. ഞാൻ എന്തെങ്കിലും സഹായം ചെയ്യണോ ചോദിച്ചപ്പോൾ നീ ഒന്നും സഹായം ചെയ്യേണ്ട, കാട്ടിലേക്ക് പോയിക്കോളൂ പറഞ്ഞു വിട്ടു. പിന്നെ വേനൻ്റെ പുണ്യം കൊണ്ട് ഒരു സൃഷ്ടി നടത്തിയപ്പോഴാണ് വേനൻ്റെ കയ്യിൽ നിന്നും പൃഥു എന്ന പേരിൽ ഭഗവാൻ അവതാരം ചെയ്യുന്നു. അഥ തസ്യ പുനർവിപ്പൈഹി അപുത്രസ്യ മഹീപതേഹി ബാഹുഭ്യാം മധ്യമാനാഭ്യാം മിഥുനം സമപദ്യത്തെ. വലത്തെ കയ്യിൽ നിന്നും പൃഥു എന്ന പേരുള്ള ഭഗവാനും ഇടത്തെ കയ്യിൽ നിന്നും അർച്ചിസ് എന്ന പേരുള്ള മഹാലക്ഷ്മി ദേവിയും പ്രത്യക്ഷമായി. പൃഥുവിനെ എല്ലാവരും സ്തുതിക്കാൻ തുടങ്ങി. സ്തുതിക്കുമ്പോൾ പൃഥു മഹാരാജാവ് പറയുന്നു, എന്നെ സ്തുതിക്കേണ്ട ആവശ്യമില്ലേ, നാവ് കൊണ്ട് നാരായണനെ മാത്രം പാടിയാൽ മതി, എല്ലാവരും നാരായണൻ പാടിക്കോളൂ. നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ ഹരേ, നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ, നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ ഹരേ, നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ, നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ ഹരേ, നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ, നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ, നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ, ഗോവിന്ദ ഹരേ 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 ജയ ജയ ഗോപാല, ജയ ജയ ഗോപാല ഹരേ, ജയ ജയ ഗോപാല ഹരേ. നാവ് കൊണ്ട് നാരായണനെ പാടണം. പണ്ട് രാജാവിൻ്റെ കൊട്ടാരത്തിൽ 3 തരം ആൾക്കാർ ഉണ്ടായിരുന്നു. സൂതൻ, മാഗധൻ, ബന്ദി. അവരെ വിളിച്ചാണ് പറയുന്നു, ഭോ സൂത ഹേ മാഗധ സൗമ്യ വന്ദിന് ലോകേധുനാ സ്പഷ്ടഗുണസ്യ മേ സ്യാത്. പുരാണം പറയുന്നവരാണ് സൂതന്മാർ. സൂതാഹ പൗരാണിക പ്രോക്താഹ. മാഗധന് ചില ആൾക്കാർ, അവർ രാജാവിൻ്റെ വംശപരമ്പരയെക്കുറിച്ച് വർണ്ണിക്കുന്നവർ. മാഗധ വംശശംസകാഹ. ബന്ദിന ത്വമലപ്രജ്ഞ. ബന്ദികളിൽ ചില ആൾക്കാർ, അവർ ഓരോരോ സമയത്തിൻ്റെ പ്രാധാന്യം എടുത്തു പറയുന്നവരാണ്. അവരെക്കുറിച്ച് പറഞ്ഞു, നിങ്ങൾ എൻ്റെ ഒന്നും മനസ്സിലാവാതെ വെറുതെ എന്നെ സ്തുതിക്കാൻ പാടില്ല. ചില ആളുകൾക്ക് സ്തുതി കേൾക്കാൻ താല്പര്യം ഉണ്ടാവും. അപ്പോൾ ചെയ്യും, അവൻ്റെ കയ്യിൽ പൈസ നിറച്ച് ഉണ്ടായതാലും വേറെ ആൾക്ക് കൊടുക്കാറില്ല. മഹാപിശുക്കന്മാരായ ചില ആളുകൾ ചെയ്യും, ചില രാജാക്കൾ ഒരു വിദ്വാനെ വിളിച്ച് എന്നെക്കുറിച്ച് ഒന്ന് പാട്ട് പാടിക്കോളൂ, പൈസ പിന്നെ തരാൻ പറയും. പൈസ ആദ്യം കൊടുക്കാറില്ല. ഈ വിദ്വാൻ ഇത് ചെയ്യും, ആ രാജാവിനെ കുറിച്ച് പാടും. ഇയാൾ സാക്ഷാത് കലിയുഗ കർണനാണ് എന്ന് പറയും. കലിയുഗ കർണൻ പറഞ്ഞാൽ ഈ രാജാവിനെ കുറിച്ച് നാട്ടുകാർ അറിഞ്ഞതാണ്. ഈ ആൾ എച്ചിൽ കൈ കൊണ്ട് തന്നെ കാക്ക വിരട്ടാത്ത ആളാണ്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കാക്ക വന്നാൽ വലത്തെ കൈയിൽ വിരട്ടാറില്ല, ഇടത്തെ കൊണ്ട് മുഷ്ടി ചുരുട്ടി വലത്തെ കൈ ഭക്ഷണം കൈ മടക്കി വെച്ച് ഇടത്തെ കൊണ്ട് വിരട്ടും. എന്താ കാരണം? ഭക്ഷണം കഴിക്കുന്ന കൈ കൊണ്ട് കാക്ക വിരട്ടുമ്പോൾ അതിൽ നിന്ന് 2 വറ്റ് താഴെ വീണ് കാക്ക കൊണ്ടുപോയാലോ എന്ന് വിചാരിച്ച് എച്ചിൽ കൈ കൊണ്ടുപോയി കാക്ക വിരട്ടാത്ത ആൾക്കാരെ സാധാരണ ഈ വിദ്വാൻ പറയും, ഇയാൾ കലിയുഗ കർണൻ പറഞ്ഞാൽ എല്ലാവരും ചിരിക്കും.
ചിരിച്ചാൽ ഈ രാജാവ് വിചാരിക്കും എന്നെ പെരുമയായി വിചാരിച്ച് ചിരിക്കുന്നു വിചാരിക്കും. അതുപോലെയാണ് ഇവിടെ പറയുന്നു, ജനാവഹാസം കുമതിർണവേദ. ജന അവഹാസം, അങ്ങനെ ജനങ്ങളുടെ പരിഹാസം അറിയാത്ത ആൾക്കാർ ചിരിക്കുമ്പോൾ പെരുമയായി വിചാരിക്കും, അങ്ങനെ എന്നെ സ്തുതിക്കാൻ പാടില്ലേ, നാരായണനെ സ്തുതിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളായിട്ട് സ്തുതിക്കുന്നില്ലേ, ഋഷികൾ പറഞ്ഞിട്ടാണ് ഞങ്ങൾ സ്തുതിക്കുന്നു പറഞ്ഞപ്പോൾ, ഋഷികൾ പറഞ്ഞാലും എന്നെ സ്തുതിക്കാൻ പാടില്ലേ, അത് പറഞ്ഞിട്ടില്ലേ, ഋഷികൾ സ്തുതിച്ചാൽ അത് ഞാൻ ആശീർവാദമായി സ്വീകരിച്ചോളാം എന്ന് സ്വീകരിച്ചു. പിന്നെ പൃഥ്വിൻ്റെ രാജഭരണകാലത്ത് ജനങ്ങൾക്ക് ഭക്ഷണം കിട്ടാതായി. അതിന് കാരണം ഭൂമിദേവിയാണ് മനസ്സിലാക്കി. കാരണം ഭൂമിയിൽ വിത്ത് ഇട്ടാൽ മുളച്ച് വരണ്ടേ, വീണ്ടും മുളച്ച് വരണില്ല. ഇപ്പോൾ ഭൂമിയെ ശിക്ഷിക്കാൻ വേണ്ടി പൃഥു മഹാരാജാവ് കുതിരയിൽ രഥത്തിൽ കയറി പുറപ്പെട്ടപ്പോൾ ഭൂമിദേവി ഒരു പശുവിൻ്റെ രൂപം സ്വീകരിച്ച് ഓടാൻ തുടങ്ങി. ഭൂമിദേവിയോട് പറഞ്ഞു, ഞാൻ നിന്നെപ്പോൾ വധിക്കാൻ പോകുന്നു, വസുധേത്വാം വധിഷ്യാമി. ഭൂമിദേവി പറഞ്ഞു, എന്നെ വധിച്ചിട്ട് പിന്നെ ജനങ്ങളെ എങ്ങനെ രക്ഷിക്കും? വെള്ളത്തിൻ്റെ ഇടക്കല്ലേ ഭൂമി നിൽക്കുന്നു, ഭൂമിദേവിയാണ് നമ്മളെ താങ്ങി നിൽക്കുന്നു, എന്നെ വധിച്ചാൽ ജനങ്ങളെ എങ്ങനെ രക്ഷിക്കും? അപ്പോൾ പൃഥു പറഞ്ഞു, ആത്മയോഗബലേനേമ ധാരയിഷ്യാമ്യഹം പ്രജാഹ. എൻ്റെ യോഗബലം കൊണ്ട് ഞാൻ ജനങ്ങളെ രക്ഷിച്ചോളാം പറഞ്ഞപ്പോൾ ഭൂമിക്ക് മനസ്സിലായി സാക്ഷാത് ഭഗവാനാണ് പൃഥു ഭഗവാൻ മനസ്സിലായി. പിന്നെ സ്തുതിച്ചു. പിന്നെ ഞാൻ ഒരു പശുവായി നിൽക്കാം, ഓരോരോ പാത്രവും ഓരോ പശുക്കുട്ടിയുമായി വന്നാൽ വേണ്ടതൊക്കെ ഞാൻ പാല് പോലെ തരാം. അപ്പോൾ ഓരോരോ ആൾക്കാരും തൻ്റെ കുടുംബത്തിൽ പ്രധാനപ്പെട്ട ആളെ പശുക്കുട്ടിയായും ഒരു പാത്രവുമായി വന്ന് ഭൂമിദേവിയിൽ നിന്നും വേണ്ടത് സ്വീകരിച്ചു കൊണ്ടുപോയി എന്നാണ് അവിടെ വർണ്ണിക്കുന്നു. പിന്നെ പൃഥു രാജ്യഭരണ കാലത്തിനാണ് ഈ ഭൂമി നല്ല ജനങ്ങൾ താമസിക്കുന്ന രീതിയിൽ നല്ല ചിട്ടപ്പെടുത്തി വെച്ചു. ഇത് നഗരം, ഇത് പഞ്ചായത്ത്, നഗരം, ഉപനഗരം, ഇങ്ങനെ ജനങ്ങൾ താമസിക്കുന്ന രീതിയിൽ ഭൂമി ഒരു നേരാക്കി കൊടുത്തു പൃഥു ഭഗവാൻ. പിന്നെ പൃഥു ഭഗവാൻ അശ്വമേധയാഗം ചെയ്യുന്ന സമയത്ത് ഇന്ദ്രൻ കുതിരകളെ കൊണ്ടുപോകുന്നു. അപ്പോൾ ഇന്ദ്രനെ കൊല്ലാൻ വേണ്ടി പൃഥു പുറപ്പെട്ടപ്പോൾ അത്രി മഹർഷി പറഞ്ഞു, ഇവിടെ യാഗം ചെയ്യുമ്പോൾ വേറെ ഒരു വധം ചെയ്യാൻ പാടില്ലേ, ആ ഇന്ദ്രനെ ഞങ്ങൾ തന്നെ വധിച്ചോളാൻ പറഞ്ഞ് ഈ ഋഷീശ്വരന്മാരൊക്കെ ആഭിചാര യാഗം ചെയ്യാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ പേടിച്ചു ഇന്ദ്രൻ നേരെ ബ്രഹ്മാവോട് പറഞ്ഞു. ഉടനെ ബ്രഹ്മാവ് ഇന്ദ്രനെ വിളിച്ചു കൊണ്ടുവന്നു പൃഥുവോട് പറഞ്ഞു, യാഗം നിർത്തിക്കോളൂ. വലിയ ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞാൽ ശരി പറയണം, അതാണ് നല്ല ഗുണം. അപ്പം ബ്രഹ്മാവ് യാഗം നിർത്തിക്കോളൂ പറഞ്ഞപ്പോൾ ശരി പറഞ്ഞു. ഈ പൃഥുവിൻ്റെ നല്ല ഗുണം കണ്ടപ്പോൾ ഭഗവാൻ ആ യാഗകുണ്ഡത്തിൽ പ്രത്യക്ഷപ്പെട്ടു. പൃഥുവിനോട് ഭഗവാൻ തന്നെ പറയുന്നു, പൃഥുവോട് വിളിച്ചു പറഞ്ഞു, വരഞ്ച മത്കഞ്ചനമാണവേന്ദ്ര വൃണീഷ്വതേഹം ഗുണശീലയന്ത്രിതഃ നാഹം മഖൈർവൈ സുലഭസ്തപോഭിഃ യോഗേന വായത് സമചിത്തവർത്തി. വൃണീഷ്വതേഹം ഗുണശീലയൻ, നിൻ്റെ ഗുണം കൊണ്ട് ഞാൻ വളരെ സന്തോഷിച്ചിരിക്കുന്നു. ഭക്തി മാത്രം ചെയ്താൽ പോരാ, നല്ല ഗുണം കൂടി വേണം. നിൻ്റെ ഗുണം കൊണ്ട് ഞാൻ സന്തോഷിച്ചിരിക്കുന്നു. എന്ത് വരം വേണമെങ്കിലും ചോദിച്ചോളൂ തരാം. എന്ത് വരം വേണമെങ്കിലും ചോദിച്ചോളൂ പറഞ്ഞാൽ നമ്മളൊക്കെ എന്ത് ചെയ്യും? അത് വേണം ഇത് വേണം പറയും. ഇവിടെ പൃഥുവാണ് ഒരു അത്ഭുതമായി, ഇതുവരെ ഒരാൾ ഇങ്ങനെ വരം ചോദിച്ചിട്ടേ ഇല്ലേ, അതുപോലെ ഒരു വരം. എന്താണ് വരം? ഇവിടെ പറയുന്നു ഭഗവാനോട്, ഭഗവാനെ വിധത്സ്വ കർണായുതം ഏഷമേവരഹ, എനിക്ക് 10,000 ചെവി വേണം. 10,000 ചെവിയാണോ? ഇങ്ങനെ കൊട്ടിവെച്ച് എന്താ പ്രയോജനം? ഒരു 1000 കൈ കിട്ടിയാൽ നമുക്ക് ഉപയോഗം. ഒരു 1000 കൈ അല്ലെങ്കിൽ 100 കൈ കിട്ടിയാൽ തന്നെ സൗകര്യം. 100 ആൾക്കാർ ചായക്ക് വന്നാൽ ഒരാൾ പറയണം 100 കയ്യിൽ ഇങ്ങനെ ചായ എടുത്ത് എല്ലാവർക്കും ഒറ്റ പ്രാവശ്യം കൊടുക്കാം. ഈ ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ലേ? ഒരു 100 കൈ 1000 കൈ കിട്ടിയാൽ കൊള്ളാം. ഇവിടെ പറയുന്നു പൃഥു കർണായുധം ഏഷമേ വരഹ, 10,000 ചെവികൾ വേണം. ചെവി കൊണ്ട് എന്ത് ചെയ്യും ഭഗവാൻ ചോദിച്ചപ്പോഴാണ് പൃഥു പറയുന്നു, ഈ ലോകത്തിൽ എല്ലാ ദിക്കിലും സത്സംഗം നടക്കുന്നുണ്ട്. ഇവിടെ കേരളത്തിൽ മാത്രമല്ലേ, എല്ലാ ദിക്കിലും ഇതേപോലെ സപ്താഹം നടക്കുന്നുണ്ട്. നമുക്ക് യൂട്യൂബ് തുറന്നാൽ മതി, ഹിന്ദിയിലെ സപ്താഹം, ഇംഗ്ലീഷിലെ സപ്താഹം, പിന്നെ എവിടെ ഏത് സപ്താഹം കേൾക്കാനാണ് നമുക്ക് സമയമില്ലേ? അത്ര നിറച്ച് മഹാത്മാക്കൾ കഥകൾ പറയുന്നു. എല്ലാ ദിക്കിലും പോകാനുള്ള സമയമില്ല എനിക്ക്. അപ്പോൾ ഈ 2 ചെവികളെ പറഞ്ഞു വിട്ട് കഥ കേൾക്കാൻ പറഞ്ഞു വിട്ടാൽ അത് കേട്ട് വരട്ടെ.
അങ്ങനെ നിൻ്റെ ഗുണങ്ങൾ കേൾക്കാൻ വേണ്ടി. കാരണം മഹാത്മാക്കൾ പറയുമ്പോൾ വെറുതെ കഥയായിട്ട് പറയാറില്ലേ, മഹത്തമ അന്തർഹൃദയാത് മുഖച്ഛിത, അവരുടെ അനുഭവവും ചേർത്ത് പറയും. അങ്ങനെ മഹാത്മാക്കളുടെ ആ വാക്കിൽ നിന്നും വരുന്ന നിൻ്റെ ഗുണങ്ങൾ കേൾക്കാൻ ഒരു 10,000 ചെവി വീണും പറഞ്ഞപ്പോൾ ഭഗവാൻ അത്ഭുതപ്പെട്ടു. പിന്നെ ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ എന്ത് പറഞ്ഞു എന്നോട് ചോദിക്കരുതേ, കാരണം എന്നോട് ചോദിച്ചാൽ ഞാൻ വേണ്ടാതെ എന്തെങ്കിലും ചോദിച്ചു പോകും. എനിക്ക് എന്താണോ നന്മ അത് സ്വയം ചെയ്തോളൂ. ഈ ശ്ലോകം നമുക്ക് പ്രാർത്ഥിക്കാം ഭഗവാനോട്. കാരണം നമ്മളായിട്ട് വരം മേടിച്ചാൽ ചിലപ്പോൾ വേണ്ടാത്ത കാര്യമൊക്കെ നമ്മൾ ചോദിക്കും. പൃഥു പറഞ്ഞ ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. 4-ാമത്തെ സ്കന്ധം 20-ാമത്തെ അധ്യായത്തിൽ 31-ാമത്തെ ശ്ലോകം. ത്വന്മായയാദ്ധാജന ഈശഖണ്ഡിതഃ യദന്യദാസാസ്തരുതാത്മനോ ബുധഃ യഥാചരേത് ബാലഹിതം പിതാ സ്വയം തഥാ ത്വമേവാർഹസി നഃ സമീഹിതും. ഈ ശ്ലോകം മുഴുവൻ ചൊല്ലേണ്ട ആവശ്യമില്ല. അവസാനത്തെ 2 വരി യഥാചരേത് ബാലഹിതം പിതാ സ്വയം തഥാ ത്വമേവാർഹസി നഃ സമീഹിതും. ഒരു അച്ഛൻ കുട്ടിക്ക് എങ്ങനെ നന്മ ചെയ്യുവോ അതേപോലെ എനിക്ക് വേണ്ട നന്മ സ്വയം നീ ചെയ്തോളൂ. അങ്ങനെയാണ് ഗുരുവായൂരപ്പൻ പറയാൻ അർത്ഥം. അപ്പൻ പറഞ്ഞാൽ അച്ഛൻ. ഒരു അച്ഛൻ എങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് നന്മ, അതുപോലെ എനിക്ക് വേണ്ട നന്മ സ്വയം ചെയ്തോളൂ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചു പൃഥു. അപ്പോൾ ഭഗവാൻ നിനക്ക് ഭക്തി ഉണ്ടാവട്ടെ എന്ന് അനുഗ്രഹിച്ചു. പിന്നെ സത്സംഗം കിട്ടും എന്നുകൂടി ഭഗവാൻ അനുഗ്രഹിച്ചു. പിന്നെ പൃഥു തൻ്റെ മക്കൾക്ക് ഉപദേശം കൊടുത്തു, ഭഗവാനെ ഭജിച്ചോളൂ. കാരണം നമ്മൾ ചെയ്ത കർമ്മഫലം കൊടുക്കാൻ ഒരു ഭഗവാനുണ്ട്, ആ ഭഗവാനെ ഭജിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് അതേ സമയത്ത് സനകാദി മുനീശ്വരന്മാർ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അവർ നാമം ജപിച്ചു വരുന്നു. ശ്രീകൃഷ്ണ ശരണം മമ ശ്രീഹരി ശരണം മമ 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 ശ്രീഹരി ശരണം മമ ശ്രീഹരി ശരണം മമ ഹരിശരണമേവം ഹി നിത്യം യേഷാം മുഖേ വചഃ. നാമം ജപിച്ച് സനകാദി മുനീശ്വരന്മാർ വന്നപ്പോൾ അവരെ വീണ്ടും നമസ്കരിച്ചു പൃഥു ഭഗവാൻ. പിന്നെ അവർക്ക് പാദപൂജ ചെയ്തു. ഇവിടെ പറയുന്നു, മഹാത്മാക്കളെ പൂജിക്കാതെ വീട് പറയാൻ പറ്റില്ല. സംസ്കൃതത്തിൽ വീടിൻ്റെ പേരാണ് ഭവനം. എപ്പോൾ ആ ഭവനമാവും? മഹാത്മാക്കൾ വീട്ടിൽ വന്നാൽ അത് ഭവനമാവും. ഇല്ലെങ്കിൽ ഭാവം മാറ്റിയാൽ മതി, പിന്നെ എന്താവും? വനമായി തീരും. നമ്മുടെ വീട് കാട് പോലെ ആവാതെ ഭവനമായി മാറണമെങ്കിൽ മഹാത്മാക്കളെ പൂജിക്കണം എന്നാണ് പൃഥു ഇവിടെ ഉപദേശിക്കുന്നു. പിന്നെ സനകാദികൾ പൃഥുവിനെ ഉപദേശിച്ചു, സത്സംഗത്തിൽ മാത്രം ഇരുന്നാൽ പോരാ, ദുഷ്ടസംഗത്തിന് പോകരുത്. കാരണം സജ്ജന സംഗം ഭജരേ ക്ഷണമപി ദുർജന സംഗം ത്യജരേ. എൻ്റെ ഗുരുനാഥൻ പാട്ട് പാടിയിട്ടുണ്ട്, സത്സംഗത്തിൻ്റെ പെരുമയും ദുഷ്ടസംഗത്തിൻ്റെ പെരുമയും. ഒരു അരക്ഷണമായാലും സത്സംഗത്തിൽ പോയിക്കോളൂ, അരക്ഷണമായാലും ദുസ്സംഗത്തിൽ പോകരുത്. എന്താ കാരണം? സജ്ജന സംഗേ ബൃന്ദാവനം. സത്സംഗത്തിൽ പോയാൽ ബൃന്ദാവനത്തിലേക്ക് പോകാൻ പറ്റും, ഭഗവാന്റെ ലീലാസ്ഥലങ്ങളൊക്കെ കാണാൻ സാധിക്കും. ദുഷ്ടസംഗത്തിലേക്ക് പോയാൽ ദുർജന സംഗേ അസിപത്രവനം. അസിപത്രവനം എന്ന് ഒരു നരകം, അവിടെ പോകേണ്ടി വരും. സജ്ജന സംഗേ രവിനന്ദിനി. സത്സംഗത്തിൽ പോയാൽ രവിനന്ദിനി സൂര്യപുത്രിയായ യമുടിയിൽ കുളിക്കാനുള്ള ഭാഗ്യം കിട്ടും. ദുസ്സംഗത്തിൽ പോയാൽ ദുർജന സംഗേ വൈതരണി. വൈതരണിന് യമലോഹത്തിൽ ഓടുന്ന നദിയിൽ അവിടെ മുങ്ങേണ്ടി വരും. അതുകൊണ്ട് സത്സംഗത്തിൽ
ഇരിക്കണം എന്ന ഉപദേശം കൊടുത്തു. പിന്നെ പൃഥു തൻ്റെ പുത്രന്മാരുടെ കയ്യിൽ രാജ്യം ഏൽപ്പിച്ച് അദ്ദേഹം കാട്ടിൽ ചെന്ന് തപസ് ചെയ്ത് അദ്ദേഹം ഭഗവാന്റെ സ്വരൂപത്തിൽ ലയിച്ചു. പിന്നെ പൃഥുവിൻ്റെ ഭാര്യ അർച്ചിസ് തൻ്റെ ഭർത്താവിനെ സംസ്കാരം ചെയ്ത് ആ തീയിൽ തന്നെ സ്വയം ഇറങ്ങി അർച്ചിസും മഹാലക്ഷ്മി സ്വരൂപത്തിൽ ലയിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് പൃഥുചരിത്രം സമർപ്പിക്കുന്നു. ഇത് കേൾക്കുന്നവർക്ക് എല്ലാവിധമായ നന്മകളും, കാരണം കാമത്തിൻ്റെ ചരിത്രമാണ്. കാമം പറഞ്ഞാൽ ആഗ്രഹം. പൃഥുചരിത്രത്തിനാണ് കൂടുതൽ ഫലശ്രുതി ഇവിടെ വർണ്ണിക്കുന്നു. ധന്യം, യശസ്യം, ആയുഷ്യം, ധനം, പുകഴ്, ആയുസ്, സ്വർഗം മാത്രമല്ല, ത്രികൃത്ത് ഇതമാക്രണ്യ 3 പ്രാവശ്യം ഇത് കേൾക്കണം. ഇത് കേട്ടാൽ ഒരു പുരുഷനായാലും സ്ത്രീയായാലും അവർക്ക് പുത്രനില്ലാത്തവർക്ക് സുപ്രജതമഹ നല്ല പുത്രൻ ഉണ്ടാവും, ധനമില്ലാത്തവർക്ക് നല്ല ധനമുണ്ടാവും, പുകഴില്ലാത്തവർക്ക് നല്ല പുകഴും. പിന്നെ മൂർഖോ ഭവതി, മഹാമൂർഖനായ ബുദ്ധിയില്ലാതെ പുത്രനായാലും പണ്ഡിതനായി മാറും. തമിഴ്നാട്ടിൽ ഒരു ദമ്പതികൾക്ക് ഉണ്ടായ കുട്ടിക്ക് സംസാരിക്കാൻ വയ്യാതെ കുട്ടിയായിരുന്നു. അപ്പോൾ ജോസ്യനോട് ചോദിച്ചപ്പോൾ ജോസ്യൻ പറഞ്ഞു, പൃഥുചരിത്രം കേൾപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒപ്പം പഠിച്ച എൻ്റെ സുഹൃത്തിനെയും പിന്നെ വേറെ ഒരാൾ 2 പേരും ഈ പൃഥുചരിത്രം 10 അധ്യായം 11 അധ്യായം വായിച്ചു. ഓരോരോ ശ്ലോകം വായിച്ച് നമസ്കാരം ചെയ്തുകൊണ്ട് ഇങ്ങനെ 500 ശ്ലോകങ്ങളാണ് മൊത്തം പൃഥുചരിത്രം. ഈ 500 ശ്ലോകം ചൊല്ലി നമസ്കരിച്ച ശേഷം എന്തായി, ഈ സംസാരിക്കാൻ വയ്യാത്ത കുട്ടി പിന്നെ പതുക്കെ സംസാരിക്കാൻ തുടങ്ങി. പിന്നെ വിദ്വാനായി മാറി. മൂർഖോ ഭവതി പണ്ഡിത, വെറുതെ പറഞ്ഞിട്ടില്ലേ, അത് അനുഭവത്തിലും ഭഗവാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ പൃഥുവിൻ്റെ പരമ്പരയിൽ പ്രാചീന ബർഗീസ് പേരുള്ള രാജാവിന് 10 കുട്ടികളുണ്ടായി. 10 പേരും ഒരേപോലെ ആയതുകൊണ്ട് 10 പേർക്കും പ്രചേതസ്സിന് പേരിട്ടു. പ്രചേതസോ നാമ സുചേതസസ്സുതാന് അജീജനത്വത്കരുണാങ്കുരാണിവ. പ്രചേതസസ് പറഞ്ഞാൽ അർത്ഥം, ചേതസ് പറഞ്ഞാൽ മനസ്സ് എന്നർത്ഥം, പ്രചേതസ് പറഞ്ഞാൽ നല്ല മനസ്സ് ഉള്ളവരാണ്. പ്രചേതസോ നാമ സുചേതസസ്സുതാണ്. എന്താണ് നല്ല മനസ്സ്? ഗുരുവായൂരപ്പണ കാരണം അവർക്ക് തോന്നി. അവർ 10 പേരും പുറപ്പെട്ടു. ഗുരുവായൂർ വന്നു തപസ് ചെയ്യാൻ വേണ്ടി. ഗുരുവായൂർ എത്തിയപ്പോൾ അവിടെ ഇരിക്കുന്ന മമ്മിയൂർ മഹാദേവൻ, ആ നാരായണ സരസിൽ അപ്പോൾ കുളിച്ചു കൊണ്ടിരുന്ന മമ്മിയൂർ മഹാദേവൻ ആ കുളത്തിൽ നിന്നും പുറപ്പെട്ടു. തർഹ്യേവ സരസസ്തസ്മാൻ നിഷ്ക്രാമന്തം സഹാനുഗം. തൻ്റെ ഗണങ്ങളോട് ആ ഗുരുവായൂർ നാരായണ സരസിൽ കുളിച്ചു കൊണ്ടിരുന്നു മഹാദേവൻ. അങ്ങനെ കുളിച്ച് എഴുന്നേറ്റ് വരുന്ന സമയത്താണ് പ്രചേതസുകളെ കണ്ടപ്പോൾ, നിങ്ങളെല്ലാവരും പ്രാചീന ബർഹിസിൻ്റെ പുത്രന്മാരല്ലേ, വരൂ എന്ന് വിളിച്ചു. അവർ വന്ന് നമസ്കരിച്ചപ്പോൾ അവരോട് പറഞ്ഞു മഹാദേവൻ, ഗുരുവായൂരപ്പനെ കണ്ടാൽ മാത്രം പോരാ, ഗുരുവായൂരപ്പനോട് വരം എങ്ങനെ മേടിക്കണം, ഗുരുവായൂരപ്പനെ എങ്ങനെ സ്തുതിക്കണം ഞാൻ പറഞ്ഞു തരാം എന്ന് മഹാദേവൻ യോഗാദേശം എന്നൊരു മന്ത്രം ഉപദേശം കൊടുത്തു. രുദ്രൻ പറഞ്ഞത് കൊണ്ട് രുദ്രഗീതം എന്നും നമുക്ക് പറയാം. 4-ാമത്തെ സ്കന്ധം 33 മുതൽ ഉള്ള ശ്ലോകങ്ങളാണ്. ഈ രുദ്രഗീതം രാവിലെ എഴുന്നേറ്റ് കൈകൂപ്പി ഭഗവാന് ആരാണ് സ്തുതിക്കുന്നുവോ അവർക്ക് എന്ത് വേണമെങ്കിലും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കും, അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കും എന്നാണ് അവിടെ ഫലശ്രുതി പറയുന്നു. ഇതും ഭക്തന്മാരുടെ കഥയിൽ അനുഭവത്തിൽ കിട്ടിയിട്ടുണ്ട്. പുത്രനില്ലാത്തവർ ഇത് ജപിച്ചിട്ട് അവർക്ക് നല്ല സന്താനഭാഗ്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഭഗവാന് ജിതന്ത ആത്മവിധുര്യ സ്വസ്ഥയേ സ്വസ്തിരസ്തു മേ ഭവതാരാധസാരാദ്ധം സർവസ്മൈ ആത്മനേ നമഃ ഇങ്ങനെ തുടങ്ങുന്ന സ്തുതിയാണ്. പിന്നെ ഗുരുവായൂരപ്പനെ എങ്ങനെ ധ്യാനിക്കണം, പിന്നെ ഭഗവാനോട് എന്താണ് വരം മേടിക്കണം അതും കൂടി ഇവിടെ പറഞ്ഞു കൊടുക്കുന്നു. ക്ഷണാർദ്ധേ നാപി തുലയേ ന സ്വർഗം ന പുനർഭവം ഭഗവത് സംഗി സംഗസ്യ മർത്യാനാം കിമുതാശിഷഃ. അരക്ഷണം സത്സംഗത്തിൽ കിട്ടുന്ന ആനന്ദം സ്വർഗത്തിൽ പോലും ഇല്ലേ. നസ്വർഗം, സ്വർഗം മാത്രമല്ലേ വൈകുണ്ഠത്തിൽ പോലും ഇല്ലേ. ഇത് പറയുന്നത് ആരാണ്? മഹാദേവനാണ്. ഞാൻ സ്വർഗവും പോയിട്ടില്ലേ, വൈകുണ്ഠം പോയിട്ടില്ലേ, എല്ലാത്തിലും പോയ മമ്മിയൂരപ്പനാണ് ഇവിടെ പറയുന്നു. സത്സംഗത്തിൽ കിട്ടുന്ന ആനന്ദം വേറെ എവിടെയും കിട്ടില്ലേ. അതുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ സത്സംഗം തരണേ പ്രാർത്ഥിച്ചോളൂ. അഥാന ഗാംഗ്രേസ്തവ കീർത്തി തീർത്ഥയോ
അന്തർബഹിസ്നാനവിധൂതപത്മനാം ഭൂതേഷ്വണുക്രോശസുസത്വശീലിനാം സ്യാത് സംഗമോണുഗ്രഹയേഷണസ്തവ. മഹാത്മാക്കൾ 2 തീർത്ഥത്തിൽ കുളിക്കുന്നവരാണ്. ഉള്ളിൽ ഭഗവാന്റെ ഹരികഥയെ പറഞ്ഞുകൊണ്ടും പുറത്ത് ഹരിപാദ തീർത്ഥത്തിലും കുളിക്കുന്നവരാണ്. അന്തർബഹിസ്നാന വിധൂത പാപ്പണം, എല്ലാ ഭൂതങ്ങളിലും കരുണ ചെയ്യുന്ന മഹാത്മാക്കളാണ്. ഭൂതേഷു അണുക്രോശ സുസത്വശീലിനാം. അത് വളരെ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം അമ്പലത്തിൽ പോകുന്ന വഴിയിൽ ഇടയിൽ നായ വന്നാൽ കല്ലുകൊണ്ട് നായ അടിക്കും. അടിച്ചിട്ട് പിന്നെ ക്ഷേത്രത്തിൽ ഗുരുവായൂരപ്പ രക്ഷിക്കണേ പറഞ്ഞാൽ ഭഗവാനക്ക് ഇഷ്ടാവില്ല. ആ നായയുടെ ഉള്ളിലും ഭഗവാൻ തന്നെയാണെന്ന്. അപ്പോൾ അടിക്കേണ്ട, ഒന്ന് തൊഴുത ഭൂമി തൊട്ടാൽ മതി, പിന്നെ അത് ഓടിക്കോളും. പക്ഷേ മഹാത്മാക്കളൊക്കെ നായെ കണ്ടപ്പോഴും, നായയെ കണ്ടാലും എരുമയെ കണ്ടാലും കഴുതിയെ കണ്ടാലും ഭഗവാനായി കണ്ട മഹാത്മാക്കളൊക്കെ ഉണ്ട്. നാമദേവൻ പേരുള്ള ഒരു മഹാത്മാ, അദ്ദേഹം ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരുന്നു. ബോലോ നാരായണ ജയ് ജയ് വിഠല, ബോലോ നാരായണ ജയ് ജയ് വിഠല, ലക്ഷ്മീ നാരായണ രംഗരംഗ വിഠല, ലക്ഷ്മീ നാരായണ രംഗരംഗ വിഠല, ഗോവിന്ദ വിഠല ഗോപാല വിഠല, ഗോപാല വിഠല, ശ്രീരംഗ വിഠല പാണ്ഡുരംഗ വിഠല, ശ്രീരംഗ വിഠല പാണ്ഡുരംഗ വിഠല. बोलो नारायण जय जय विठ्ठल, बोलो नारायण जय जय विठ्ठल, लक्ष्मी नारायण रंग रंग विठ्ठल, लक्ष्मी नारायण रंग रंग विठ्ठल, गोविंद विठ्ठल गोपाल विठ्ठल, गोविंद विठ्ठल गोपाल विठ्ठल, श्रीरंग विठ्ठल पांडुरंग विठ्ठल, श्रीरंग विठ्ठल पांडुरंग विठ्ठल, बोलो नारायण जय जय विठ्ठल, बोलो नारायण जय जय विठ्ठल. അദ്ദേഹം നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിന് വേണ്ടി ചപ്പാത്തിയും അതൊക്കെ കൂട്ടാനും ഡാളും അടുത്ത് വെച്ച് കഴിച്ചോളൂ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു കുറച്ചുകൂടി നാമം ജപിച്ചിട്ട് പിന്നെ കഴിക്കാൻ പറഞ്ഞ് അദ്ദേഹം നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഒരു നായ വന്നു ആ ചപ്പാത്തി എടുത്ത് ഓടി. നായ ചപ്പാത്തി എടുത്ത് ഓടിയാൽ നമ്മൾക്ക് എന്ത് ചെയ്യും? കല്ല് എടുത്ത് പുറകിൽ ഓടും. ഇദ്ദേഹം എന്ത് ചെയ്തു? കൂട്ടാനെടുത്ത് ഓടി. നായയുടെ ഭഗവാനെ ചപ്പാത്തി മാത്രം കഴിച്ചാൽ തൊണ്ട അടയ്ക്കും, കൂട്ടാൻ കൂടി എടുത്തോളൂ പറഞ്ഞ് കൂട്ടാനും എടുത്ത് പുറകിൽ ഓടി നായയുടെ വായിൽ നിന്നും ചപ്പാത്തി എടുത്ത് കൂട്ടാനിൽ മുക്കി നായയുടെ വായിൽ കൊടുത്തു. അദ്ദേഹം നായയുടെ വായിൽ തന്നെ കൊടുത്തു. പക്ഷേ എന്തായി? നായയും ഭഗവാനായി കണ്ടപ്പോൾ നായയുടെ ഉള്ളിലിരുന്ന ഭഗവാൻ അന്തര്യാമി പ്രത്യക്ഷപ്പെട്ടു. മകരകുണ്ടലധാരിയുമായി ഭഗവാൻ മയിൽപ്പിലിയും ധരിച്ച് ഭഗവാൻ വായെ തുറന്ന് കാണിച്ചു. അങ്ങനെ നായ വന്നപ്പോഴും അദ്ദേഹം ഭഗവാനായി കണ്ടു. അങ്ങനെ ഭൂതേഷു അണുക്രോശ സുസത്വശീലിനാം, അങ്ങനെയുള്ള മഹാത്മാക്കളുടെ സത്സംഗം എനിക്ക് തരണേന്ന് പ്രാർത്ഥിക്കണം ഭഗവാനോട് ഇവിടെ ഉപദേശിച്ചു. പിന്നെ പ്രചേതസ്സുകൾ രുദ്രഗീതം കുറേ കാലം ജപിച്ചുകൊണ്ടിരിക്കുന്നു. ധ്രുവനുക്ക് 6 മാസത്തിൽ എത്തിയ ഭഗവാൻ ഇവിടെ 60,000 വർഷം ആയിട്ടും വന്നിട്ടില്ലേ പറയണം. എന്താ കാരണം? ഈ രുദ്രഗീതം കേൾക്കാൻ കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നു. ഈ സമയത്താണ് ഈ പ്രചേതസ്സുകളെ അച്ഛനായ പ്രാചീന ബർഗീസിൻ്റെ അടുത്ത് പോയി നാരദൻ പുരഞ്ജന ഉപാഖ്യാനം ഒരു കഥ ഒരു കെട്ടുകഥയാണ്. ഒരു കഥയായിട്ട് ഒന്ന് പറഞ്ഞു. അതിൻ്റെ സാരം എന്താണെന്ന് ചോദിച്ചാൽ, ഈ നമ്മുടെ ശരീരം ഒരു വാടക വീട് പോലെയാണ്. ഈ ശരീരം ഉപേക്ഷിച്ച് പോകും മുമ്പ് നമുക്ക് സ്വന്തമായി ഒരു വീട് കണ്ടെത്തണം. നമ്മുടെ സ്വന്തം വീട് ഭഗവാന്റെ തിരുവടിയാണ്. അവിടെ ചെല്ലണമെങ്കിൽ ഇപ്പോൾ തന്നെ നാമം ജപിക്കണം എന്ന പുരഞ്ജന ഉപാഖ്യാനത്തിലൂടെ ഉപദേശം കൊടുത്തു. അതേപോലെ പ്രാചീന ബർഗീസും കപിലാശ്രമം ചെന്ന് തപസ് ചെയ്ത് ഭഗവാനെ പ്രാപിച്ചു. പിന്നെ പ്രചേതസ്സുകളുടെ മുന്നിൽ ഭഗവാൻ 8 തൃക്കൈകളോട് ദർശനം കൊടുത്തു. അവർ ഗംഭീര സ്തുതിയൊക്കെ ചെയ്യുന്നു. പിന്നെ ഭഗവാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ വിവാഹം കഴിച്ചോളൂ. ഞങ്ങൾ 10 പേരും ഒരേപോലെ ഉള്ള സ്വഭാവമുള്ളവരാണ്. ഈ 10 കുട്ടികളിൽ ഒരു കുട്ടിക്ക് ഭക്ഷണം കൊടുത്താൽ മതി, ബാക്കി 9 കുട്ടികളുടെ വിശപ്പ് മാറും. ഒരു കുട്ടിയെ ഉറക്കിയാൽ മതി,
ബാക്കി 9 കുട്ടികളും ഉറക്കത്തിൻ്റെ ഫലം കിട്ടും. ഒരു കുട്ടിക്ക് വരം കിട്ടിയാൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ 10 കുട്ടികളും ഞങ്ങൾ ഒരേപോലെ ഇരിക്കുന്നവരാണ്, ഞങ്ങൾക്ക് അനുകൂലമായ ഭാര്യയെ കിട്ടേണ്ടേ. അപ്പോൾ പറഞ്ഞു, കണ്ടോ പ്രംലോചയ ലബ്ധ കന്യ കമലലോചന. കണ്ടു പേരുള്ള മഹർഷി തപസ് ചെയ്യുമ്പോൾ പ്രംലോച പേരുള്ള അപ്സര സ്ത്രീ വന്നു. അപ്സര സ്ത്രീയോട് മയങ്ങി അദ്ദേഹം കുറേ കാലം ജീവിച്ചു. അപ്പോൾ അവർ 2 പേർക്കും ഒരു പെൺകുട്ടി ഉണ്ടായി. മാരിഷ എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. അദ്ദേഹം കണ്ടു മഹർഷിയെ ഉപേക്ഷിച്ചു. ഈ മാരിഷ ദേവസ്ത്രീ ആയതുകൊണ്ട് ആ സ്ത്രീയും ഈ പെൺകുട്ടിയെ ഉപേക്ഷിച്ചു പോയി. അപ്പോൾ വൃക്ഷദേവതകളാണ് അത് വളർത്തു. ഈ പെൺകുട്ടി കരയുമ്പോൾ ഭക്ഷണം കൊടുക്കേണ്ടേ, പാല് കൊടുക്കേണ്ടേ. സോമഹ പീയൂഷവർഷിണിയും. ചന്ദ്രനാണ് വനസ്പതി, വൃക്ഷങ്ങൾക്ക് ദേവത. അപ്പോൾ ചന്ദ്രൻ എന്ത് ചെയ്തു? കുറച്ച് അമൃതം കൊടുത്തു. അങ്ങനെ അമൃതം കുടിച്ച് വളർന്ന പെൺകുട്ടി മാരിഷിയെ വിവാഹം കഴിച്ചോളൂ. നിങ്ങൾ 10 പേർക്കും അനുകൂലമായിരിക്കുന്ന പെൺകുട്ടിയാണ്. ഈ കഥ ധർമ്മപുത്രൻ പറയുന്നു. ധർമ്മപുത്രൻ മഹാഭാരതത്തിൽ ഞങ്ങൾ 5 പേരും ദ്രൗപദിയെ വിവാഹം കഴിച്ചോളാം പറഞ്ഞപ്പോൾ ദ്രുപദ മഹാരാജാവ് പറയുന്നു, ഇതുപോലെ കേട്ടിട്ടില്ലല്ലോ. ഒരു ആൾ 5 സ്ത്രീകളെ വിവാഹം കഴിക്കാം, ഒരു സ്ത്രീ 5 ആളുകളെ വിവാഹം കഴിക്കാൻ പറ്റുമോ? അപ്പോൾ ധർമ്മപുത്രൻ പറഞ്ഞു, പണ്ട് പ്രചേതസുകൾ 10 പേർ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചിട്ടുണ്ട്, ഞങ്ങൾ 5 പേരേ ഉള്ളൂ, പകുതിയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോഴാണ്. കാരണം ഇവരൊക്കെ ദിവ്യ സ്ത്രീകളാണ്, നമ്മുടെ സാധാരണ മനുഷ്യൻ്റെ വയറ്റിൽ ജനിച്ചവരില്ല. ദ്രൗപദി 5 പേരെ വിവാഹം കഴിച്ചു വെച്ചാൽ എന്താ കാരണം? ദ്രൗപദി അഗ്നിയിൽ നിന്ന് പുറപ്പെട്ടു വന്നു. ദേവതാസ്ത്രീയാണ്. 5 ദേവന്മാരുടെ ഒരേ സ്വരൂപം, 5 ശക്തികളുടെ സ്വരൂപമാണ്. അങ്ങനെ മഹർഷിയെ വിവാഹം കഴിച്ചു ഇവർ. പിന്നെ വിവാഹം കഴിച്ച് കുറച്ചു കാലം കുടുംബത്തിൽ ഭഗവാനെ മറന്നപ്പോൾ നാരദനെ പറഞ്ഞു വിട്ടു ഭഗവാൻ. നാരദൻ വന്ന് അവർക്ക് ഉപദേശം കൊടുക്കുന്നു, നിങ്ങൾ ഭഗവാനെ ഭജിച്ചോളൂ. ഓരോ ദൈവങ്ങളായി പൂജിക്കേണ്ട ആവശ്യമില്ല. ഗുരുവായൂരപ്പൻ്റെ ചരണത്തിൽ ഒരു തുളസി സമർപ്പിച്ചാൽ മതി. യഥാതരോർമൂല നിഷേചനേന തൃപ്യന്തി തത്സ്കന്ധഭുജോപശാഖാ പ്രാണോപഹാരാച്ച യഥേന്ദ്രിയാനാം തഥൈവ സർവാർഹണമച്യുതേജ്യ. ഗുരുവായൂരപ്പൻ്റെ ചരണത്തിൽ ഒരു തുളസി സമർപ്പിച്ചാൽ മതി, എല്ലാ ദേവന്മാർക്കും സന്തോഷം ഉണ്ടാവും. പിന്നെ ഗുരുവായൂരപ്പനെ സന്തോഷിപ്പിക്കാൻ ഒരു എളുപ്പ വഴി കൂടിയുണ്ട്. ദയയാ സർവഭൂതേഷു സന്തുഷ്ട്യാ യേന കേനവ. എല്ലാ ഭൂതങ്ങളിലും ദയ കാണിക്കണം, കിട്ടുന്നതിൽ സന്തോഷിക്കണം, ഇന്ദ്രിയങ്ങളെ അടക്കി വയ്ക്കണം. സർവേന്ദ്രിയോപശാന്ത്യാച്ച തുഷ്യതി ആസു ജനാർദ്ദന. ഇങ്ങനെ ചെയ്താൽ തന്നെ ഗുരുവായൂരപ്പനെ സന്തോഷിക്കും എന്ന ഉപദേശം കൊടുത്തു. ഇതുവരെ കഥ കേട്ടിരുന്ന വിതുര മഹാശയൻ വിതുരൻ മൈത്രേയനോട് വിടപെട്ടു പോയി. കാരണം മൈത്രേയർക്ക് പല ചോദ്യങ്ങളുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ ഓരോ കഥ കേൾക്കുമ്പോഴും എൻ്റെ ഗുരുവായൂരപ്പൻ, എൻ്റെ കണ്ണൻ ഇങ്ങനെ ചെയ്തു പോകും എന്ന് ഭഗവാന്റെ കാരുണ്യം ഓർത്ത് അദ്ദേഹത്തിന് കഥ കേൾക്കാൻ പറ്റാതായി. അദ്ദേഹം വിടവാങ്ങിപ്പോയി. പോകുന്ന സമയത്ത് ഗുരുചരണത്തെ തൻ്റെ ശിരസിലും ഹരിചരണത്തെ തൻ്റെ മനസ്സിലും എടുത്തു പോയി. ദധാര വൃദ്ധഭാവോസ്തൃ കലാകുലോ മുനേഹേ ദധാരമൂർധ്നാചരണം ഹൃദാഹരേഹേ. പിന്നെ ഈ 4ാമത്തെ സ്കന്ധത്തിൻ്റെ ഫലശ്രുതിയും കൂടി പറയുന്നു. ഇത് കേൾക്കുന്നവർക്ക് ആയുർധനം യശസ്വസ്തി ഗതി ഐശ്വര്യമാപ്നുയാത്. ആയുസ്, ധനം, മംഗളങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ടാണ് 4ാമത്തെ സ്കന്ധം സമർപ്പിക്കുന്നു.